أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Welcome to the Khatam al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل للمطففين الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين. كلا إن كتاب الفجار لفي سجين وما أدراك ما سجين كتاب مرقوم ويل يومئذ للمكذبين الذين يكذبون بيوم الدين وما يكذب به إلا كل معتد أثيم. إذا تتلى عليه آياتنا قال أساطير الأولين كلا بل ران على قلوبهم ما كانوا يكسبون. كلا إنهم عن ربهم يومئذ لمحجوبون ثم إنهم لصال الجحيم. صدق الله العظيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. MS വോയിസിന്റെ ഖുർആൻ പഠന ക്ലാസിന്റെ 36ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വല്യപ്പാർക്കും വല്യമാർക്കും എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ള മോമിനിങ്ങളെ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മോമിനിങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അറബി എഴുതാന് വായിക്കാനും ഒക്കെ അറിയുന്നവർക്കാണ് ഈ ക്ലാസ് കൂടുതൽ ഉപകാരപ്പെടുക. അറബി എഴുതാൻ അറിയാത്തവർ അല്ലെങ്കിൽ വായിക്കാൻ അറിയാത്ത, അറ്റ്ലീസ്റ്റ് വായിക്കാനെങ്കിലും അറിയണം. വായിക്കാൻ അറിയാത്ത ആളുകൾ അറബി അക്ഷരങ്ങൾ എഴുതി വായിച്ച് പഠിക്കണം. അതിൻ്റെ വീഡിയോകളൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു തന്നാൽ അറബി പഠിക്കണം എന്ന് പറഞ്ഞ് മെസ്സേജ് വിട്ടാൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ലിങ്ക് വഴിക്ക് വഴി 40 ക്ലാസ്സുകളുടെ ലിങ്ക് നിങ്ങൾക്ക് വിട്ടുതരും. അത് നിങ്ങൾ കണ്ട് ഒരു വരയുള്ള നോട്ട്ബുക്കിൽ ശരിക്കും വൃത്തിയായി എഴുതി വായിച്ച് പഠിച്ചാൽ നിങ്ങൾക്കൊരു മദ്രസയിൽ നിന്ന് പഠിക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെ ചെയ്യും. വേണമെന്ന് വിചാരിച്ച് പഠിക്കണം കേട്ടാ.
അങ്ങനെ ഒരു 1.5 മാസം കൊണ്ട് ഇൻഷാ അല്ലാഹ് അറബി എഴുതാനും വായിക്കാനും പഠിക്കും. 1 മണിക്കൂർ നിങ്ങളെ 24 മണിക്കൂറിൽ നിന്ന് 1 മണിക്കൂർ MS വോയിസിലെ വീഡിയോ കണ്ട് ഇതിൽ പറയുന്ന പോലെ ചെയ്യാൻ നിങ്ങൾ മാറ്റിവെച്ചാൽ 1.5 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അറബി എഴുതാനും വായിക്കാനും പഠിക്കും. വീണ്ടും ഒരു 1.5 മാസം നിങ്ങൾ എനിക്ക് വേണ്ടി തരികയാണെങ്കിൽ 1 മണിക്കൂർ മതി കേട്ടോ. നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ ഒരുവിധം ഓതാവുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ നമ്മൾ എത്തിക്കും ഇൻഷാ അല്ലാഹ്. അതിനെന്ത് വേണം? എനിക്ക് തോന്നണം, നിങ്ങൾക്ക് തോന്നണം എന്നെ കൊണ്ട് കഴിയും. എനിക്ക് ഇത്തിരി വയസ്സും പ്രായമൊക്കെ ആയില്ല, എനിക്ക് കഴിയില്ല. അല്ലെങ്കിൽ 1-2 കൊല്ലം തോറ്റ് 2-1 കൊല്ലം തോറ്റ് എന്നെ കൊണ്ട് കഴിയില്ല എന്നൊരു കുട്ടി വിചാരിക്കുകയാണ്. പിന്നെ ഓനെ കൊണ്ട് ഒന്നും കഴിയില്ല. ആഗ്രഹിച്ചാൽ നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നുമില്ല എന്നാ ഒന്നൊഴികെ. ഒരു കാര്യം മാത്രം ആഗ്രഹിച്ചാൽ നേടാൻ പറ്റൂല, അധ്വാനിച്ചാലും നേടിയെടുക്കാൻ പറ്റില്ല, പൂതി വെച്ചാലും കിട്ടൂല ഒരു കാര്യം. എന്തായിക്കാരം അത്? ഒരാൾക്ക് പിന്നെ സൂഫിയാകണമെന്ന് വിചാരിച്ചാൽ ആ ആഗ്രഹം അവന് നേടിയെടുക്കാൻ കഴിയും. ഒരാൾക്ക് വലിയാവണമെന്ന് വിചാരിച്ചാൽ നിരന്തരമായ ഇബാദത്തിലൂടെ അവന് നേടിയെടുക്കാൻ കഴിയും. ഒരാൾക്ക് കാശുണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ നിരന്തരമായ അധ്വാനത്തിലൂടെ അയാൾക്ക് സാമ്പത്തികം ഉണ്ടാക്കാൻ കഴിയും. ഒരാൾക്ക് കള്ളുടിയനാവണമെന്ന് ആഗ്രഹിച്ചാൽ ഒരു പണിയില്ല. ഒരാൾക്ക് ജനങ്ങളുടെ ഇടയിൽ കുരുത്തം കെട്ടവനാണെന്ന് പറയിക്കാൻ ഒരു പണിയില്ല. കുരുത്തം കെട്ടവനാണെന്ന് പറയാൻ ഒരു പണിയില്ല കേട്ടോ. റോട്ടിൽ കൂടെ പോണ ആരെങ്കിലും ഒരാളെ കല്ലെടുത്ത് എറിഞ്ഞിട്ട് ആ മതിലിന്റെ അപ്പുറത്തൊന്നും എന്ത് ചെയ്താൽ മതി, ഒന്ന് ഒളിച്ചിരുന്നാൽ മതി. അല്ലെങ്കിൽ ആരെങ്കിലും 4 കൂടുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒന്ന് വിളിച്ചൊന്ന് ചീത്ത പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ ഓൻ മോശക്കാരനായി എല്ലാവരുടെ ഇടയിൽ ചിത്രീകരിക്കപ്പെടും. എന്നാൽ നല്ലതെന്ന് പറയിക്കാൻ നന്നായി പണിയെടുക്കണം. നല്ലതെന്ന് പറയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. സംസാരിക്കുന്നതും നടത്തും വാക്കും പ്രവൃത്തിയും കാട്ടിക്കൂട്ടലും ഒക്കെ ശ്രദ്ധിക്കണം. നല്ലതെന്ന് പറയിക്കാൻ നല്ല പണിയാണ്. അപ്പൊ ഒരാൾക്ക് വേണമെന്ന് വിചാരിച്ചാൽ നേടിയെടുക്കാവുന്നതാണ് ഒന്നൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും. ആ ഒന്ന് ഏതാണ്? നുബുവത്ത്, റിസാലത്ത്. അതായത് നബിയാകാൻ ഒരാൾ വിചാരിച്ചാൽ നടക്കൂല. നബീന്റെ മുർസലാകാൻ ഒരാൾ വിചാരിച്ചാൽ നടക്കൂല. നബീനെക്കാട്ട് ഉയർന്ന പതിവുള്ള മുർസലുകൾ. കാരണം അത് അള്ളാഹു പ്രത്യേകം നിശ്ചയിച്ച ആളുകളാണ്. അതിന്റെ വകുപ്പ് കഴിഞ്ഞുപോയി അല്ലെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പ്രവാചകന്മാരെ അയക്കുന്ന ആ ദൗത്യം തീർന്നു. ഇനിയിപ്പോ ഒരാൾക്ക് അങ്ങനെ ആവണമെന്ന് വിചാരിച്ചാൽ നടക്കൂല. പിന്നെ ബാക്കി എന്തും ആകാം. സഹാബത്ത് ആകാൻ ഏതായാലും പറ്റൂല, നബിമാരുണ്ടെങ്കിലല്ലേ സഹാബത്ത് ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഏത് പദവിയിലേക്കും ഒരു മനുഷ്യന് എത്താൻ കഴിയും. പണിയെടുക്കണം മാത്രം. പണിയെടുക്കാണ്ടൊന്നും കിട്ടൂല. ആഗ്രഹിക്കണം, അധ്വാനിക്കണം. അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയുമെന്നുള്ള ചിന്തയാണ് മക്കളെ, വല്യമാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ നിങ്ങൾക്ക് വേണ്ടത്. എന്നെ കൊണ്ട് കഴിയും, ഞാൻ അറബി എഴുത്തും വായനയും പഠിക്കും, ഖുർആൻ ഓതി പഠിക്കും, ഇൻഷാ അല്ലാഹ് ഞാൻ ഖുർആൻ ഖത്തം തീർക്കും എന്ന് മനസ്സറിഞ്ഞ് നിങ്ങൾ തീരുമാനം എടുക്കുക. പിന്നെ തൗഫീഖ് പിന്നാലെ അങ്ങോട്ട് വരുന്നു. നമ്മൾ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ അതിന്റെ തൗഫീഖ് പിന്നാലെ വരും, പഠിച്ചോൻ തരും. അപ്പൊ അള്ളാഹുവിൽ ബരമർപ്പിച്ച് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ തുടങ്ങിക്കോളിയും. പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടയിൽ വെച്ച് ചില ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ഇടും, ഉസ്താദ് എത്ര പഠിച്ചിട്ട് ഓർമ്മ നിൽക്കില്ല, മറന്നുവാണ്. വീണ്ടും പഠിക്കന്നെ. നമ്മൾ ഒരു നിലക്കും ആ പഠിപ്പ് ഇട്ടിട്ട് പോകാൻ പാടില്ല. ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ കടമ്പ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയില്ല. മനസ്സിലായല്ലോ? ഇൻഷാ അല്ലാഹ്. അപ്പൊ അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ ഓതാൻ ഖത്തം തീർക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മൾ ഈ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡും ഖബറിലേക്ക് ഉപകരിക്കുന്ന വലിയ ഒരു അമലായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ മുത്തഫിഫീൻ എന്ന് പറയുന്ന സൂറത്താണ്. സൂറത്തുൽ മുത്തഫിഫീനിലെ 1 മുതലുള്ള 12 ആയത്തുകൾ നമ്മൾ പഠിച്ചു. ഇനി അങ്ങോട്ട് നമുക്ക് പഠിക്കാനുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള ആയത്തുകളാണ്. 1 മുതൽ 12 ആയത്തുകൾ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് അല്ലേ? അപ്പൊ ആ ലൈറ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ആ ലൈറ്റിന്റെ അവിടെ നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു വര ഇങ്ങനെയാണ് വരച്ച് ആ ലൈറ്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇവിടെ നമ്മൾ 36 എന്ന് എഴുതും. എന്തിനാന്ന് നിങ്ങൾക്ക് കാണില്ല, എന്നാലും ഇതിന്റെ രസത്തിന് ഇതാണ്. ഇത് 36ാമത്തെ ക്ലാസ് ആണ് എന്ന് അറിയിക്കാനാണ് കേട്ടോ. ഇതാണ് 36ാമത്തെ ക്ലാസ് ആണെന്ന് അറിയിക്കാനാണ്. ഇൻഷാ അല്ലാഹ് വഴി ക്ലാസ്സുകൾ കാണണം കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ തുത്ലാ അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ. ഇദാ തുത്ല, ഇങ്ങനെ ഇദാ 3 അക്ഷരം, തൂത്ത് ലാ 4 അക്ഷരമുണ്ട്, തൂത്ത് 2 അക്ഷരായി, ലാ 3 അക്ഷരായി, ലാന് നീട്ടാൻ യാ ഇട്ടിട്ടാ നീട്ടാ. തുത്ല ഇദാ തുത്ല അലൈഹി
മൂന്നക്ഷരം എഴുതി നോക്കാം നമുക്ക്. ഇദാ തുത്ല, ഞാൻ ഇതിന് ശരിയാണ് നോക്കട്ടെ നിങ്ങള്. ഇദാ അലിഫിട്ടു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫിട്ടു, കെസറിട്ടു അല്ലേ. ഇദാ വളഞ്ഞുട്ടാ, സോറി. ഇദാ തുത്ല, താ എഴുതി, വീണ്ടും താ എഴുതി, പിന്നെ ലാം എഴുതി, ഒരു യാ ഇങ്ങനെ ഇട്ടു. ഇദാ തുത്ല, ഇദാ തുത്ല, അങ്ങനെ ഫത്ത് കിട്ടാറുണ്ട്. ഇദാ തുത്ല അലൈഹി, അയിനിങ്ങനെ കൊണ്ടുവന്നു, ലാം ഇങ്ങനെ ഇട്ടു, എന്നിട്ട് യാ ഇങ്ങനെ നീട്ടി എഴുതിട്ട് ഹാ ഇവിടെ ഇങ്ങനെ ഇട്ടു. അലൈഹി, ഇദാ തുത്ല അലൈഹി ആയാതുന, എത്ര അക്ഷരമുണ്ട്? ആ യാ 4 അക്ഷരം, തു നാ 5 6 7 അക്ഷരമുണ്ട്. അപ്പൊ എങ്ങനെ? ആയാതുന, ഹംസിട്ട് എഴുതാ, ആ ആനിട്ടാൻ അലിഫിട്ട്, ആയാതുന, ആയാതുനാന്ന് പിന്നെ കുഞ്ഞലിഫിട ചെയ്യട്ടാ. ആയാതുന, ആയാതുന. ഇപ്പൊ എത്ര അക്ഷരമുണ്ട്? 2 അക്ഷരം. യാവും അലിഫും 4 അക്ഷരം, 5 6, ഈ അലിഫ് അടക്കം 7 അക്ഷരം അല്ലെ. ആയാതുന, എഴുത്തില് 6 അക്ഷരമുള്ളൂ, ഓതുമ്പോ കേൾക്കുമ്പോ 7 അക്ഷരമുണ്ട്. ആയാതുന ഇദാ തുത്ല അലൈഹി ആയാതുന. അടുത്തത് നോക്കി എഴുതണം. എന്താ നോക്കിയോളി മക്കളെ, വായിച്ചോളി കേട്ടോ. എന്താ വായിക്ക? എന്താ വായിക്ക? ഒരു പുള്ളി വേണ്ടിട്ട് എന്താ വായിക്ക? വായിച്ചോളി, വായിച്ചോളി, വായിച്ചോളി കേട്ടോ. വായിച്ചോളി, എന്താ വായിക്ക? ഫത്ത് ഇടാ, എന്നിട്ടൊരു കുഞ്ഞലിഫ് ഇടാ. എന്താ വായിക്ക? ഖാല അസാതീറു, അസാതീറു. അടുത്ത നോക്കട്ടാ, ഒരു അലിഫുണ്ട്, അതിനൊക്കെ ഒരു ലാം അലിഫുണ്ട്, എന്നിട്ട് ഇവിടെ ഒരു സുക്കൂനുണ്ട്, ഇവിടെ ഇങ്ങനെ ഉണ്ട്. എന്താ വായിക്ക? വായിക്കണം മക്കളെ. ഇവിടെ ഒരു യാ ആണ്, ഇത് നൂനാണ് കേട്ടാ, ഫത്ത് ആണ് നൂന്. ഖാല അസാതീറുൽ അവ്വലീന, ഇവിടെ ആയത്ത് അവസാനിക്കണം. അപ്പൊ എന്ന് പറയും അവ്വലീൻ. ആയത്ത് നോദിയ ഇദാ തുത്ല അലൈഹി ആയാതുന ആയാതുന ഖാല അസാതീറുൽ അവ്വലീൻ. ഒറ്റ ശ്വാസം കൊണ്ട് ഇവിടുന്നോട്ട് ഇവിടെ വരെ ഓതാറുണ്ട്, അങ്ങനെ ഓതാം. അല്ലെങ്കിൽ ഇവിടെ നിർത്താ, എന്നിട്ട് ഇവിടുന്ന് മടക്കി ഇവിടെ വരെ ഓതാ. അപ്പൊ ഒന്ന് ഓതിക്കാണി. ഇദാ തുത്ല, തുത്ത് എന്ന് പറയുന്നിട്ടാ, തുത്ല. ആദ്യത്തെ താ ശരിക്കും ഒരിത്തിരി രസമായിട്ട് ഉച്ചരി, രണ്ടാമത്തെ സൈലന്റ് ആയിട്ട് ഉച്ചരിക്കുക. ഇദാ തുത്ല അലൈഹി ആയാതുന, നീട്ടി നിർത്തി. ആയാതുന ഖാല അസാതീറുൽ അവ്വലീൻ, ഇവിടെ നീട്ടി നിർത്താം. ആണ് അസാത്തി, അസാത്തി തത്തമലത്തല്ല, ത്വയ്യാറത്തുള്ള താ ആണ്. അപ്പൊ ഇത്തിരി ഗൗരവത്തിൽ ഉച്ചരിക്കണം. അസാതീറുൽ അവ്വലീൻ. അടുത്തത് എന്താ വയ്ക്ക? ഇതൊന്നുമില്ല കേട്ടാ. എന്താ വയ്ക്ക? കല്ല, പേടിച്ചു പോയി. ഇവിടെ ഒരു സാധനം ഇങ്ങനെ കുത്തി വെച്ച് താഴത്തേക്ക് വീണു. നിങ്ങൾ സൗണ്ട് കേട്ടിട്ടുണ്ടാവില്ല, ഡയറക്റ്റ് പിന്നെ ആ മിക്സറിൽ നിന്ന് സൗണ്ട് ഇങ്ങോട്ട് കയറി പോണതാ. ഞാൻ പേടിച്ചു, ഒരു സാധനം വീണു, ഒരു വടിയേ. നമ്മളെ വേണ്ട, ഇതിങ്ങനെ വെച്ചിട്ട് നമ്മള് മാർജിൻ വരക്കണതാ. അതാണ്ട് ഇവിടെ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു. അപ്പൊ ഫാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിലിങ്ങനെ കറങ്ങുമ്പോ ഇവിടെ ഈ കറുത്ത തുണിയാണിത്. ഇത് ബാക്ക്ഗ്രൗണ്ട് ഞാനും വൈറ്റ്, ഞാൻ വൈറ്റ് അല്ല, എന്റെ ഡ്രസ്സ് വൈറ്റ്, ഞാൻ കറുത്തിട്ടല്ലേ, എന്റെ ഡ്രസ്സ് വൈറ്റ്, ഇത് വൈറ്റ്,
ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആകുമ്പോൾ എടുത്ത് കാണില്ല. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് വേണം. അതിന് കറുത്ത തുണി ഇങ്ങനെ വാങ്ങി ഇവിടെ കെട്ടിക്കാണ്. അപ്പൊ അത് പറക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് വെച്ചിരുന്നതാ. അപ്പൊ അത് മേത്ത് കൂടാണ്ട് വീണു. ഇനി വീഴുമെന്ന് അറിയില്ല, എന്തായാലും അവിടെ ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? കല്ല. എന്താ വായിക്ക? കല്ല. എന്നിട്ട് ഇവിടെ ഇതിന്റെ മേലെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഒരു സീല ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ ഇട്ട് കാണാം. അപ്പൊ അവിടെ നിർത്താന്നാണ്. നിർത്തണമെങ്കിൽ നിർത്താം. കല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇട്ടാ നോക്കിക്കോളി, ഇങ്ങനെയാണുള്ളത്. ബൽ. കല്ല ബൽ. അതിന്റെ മേലെ ഒരു കുഞ്ഞക്ഷരം ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. സീനി സക്ത എന്നാ പറയാ. സക്ത. സക്ത ഇവിടെ ഓതേണ്ട വേറെ രീതിയില്ല. കല്ല ബൽ. ഇവിടെ കൂട്ടി ഓതാണെങ്കിൽ കല്ല ബൽ. നിർത്തി ഓതാണ് കല്ല ബൽ എന്നുകൊണ്ട് പറഞ്ഞാൽ നിർത്തണം. ഇവിടെ കല്ല എന്ന് പറഞ്ഞ് ശ്വാസം വിടണം. ബല്ലിന്റെ അവിടെ എന്ത് ചെയ്യണം? നിർത്തിയിട്ട് ശ്വാസം വിടരുത്. ഓത്ത് ശ്വാസം വിടാൻ വേണ്ടി ഓത്ത് നിർത്തുന്നതിനെ വഖഫ് എന്ന് പറയും. എന്താണ് വഖഫും സക്തയും തമ്മിലുള്ള വ്യത്യാസം? ശ്വാസം വിടാൻ വേണ്ടിട്ട് അല്ലെ മയ്യത്തായി പോവില്ലേ, ശ്വാസം കിട്ടില്ല, ശ്വാസം വിടാൻ വേണ്ടി ഓത്ത് നിർത്തുന്നതിനെ വഖഫ് എന്ന് പറയും. പക്ഷെ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ ഇങ്ങനെ ഓതി വന്നപ്പോ നമുക്ക് ഇവിടെ എത്തിയപ്പോ ശ്വാസം കിട്ടാണ്ടായപ്പോ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? വഖഫ് ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് വഖഫ് ചെയ്യാറിന് ശ്വാസം വിട്ടു, ഓത്ത് നിർത്തി. ഓത്ത് നിർത്തേണ്ട രൂപത്തിൽ നിർത്തണം, സുക്കൂൻ കൊണ്ട് നിർത്തണം. നമ്മൾ അങ്ങനെ നിർത്തി ഓത്ത് എന്ത് ചെയ്തു? ശ്വാസമൊക്കെ വിട്ടു, എന്നിട്ട് ഓത്ത് മടക്കി ഓതി. ഇതിനെ വഖഫ് എന്ന് പറയും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓത്ത് നിർത്തും, ശ്വാസം വിടൂല, ഒന്ന് സ്റ്റെക്കായ പോലെ, ഇങ്ങനെ സ്റ്റെക്കായ പോലെ. ഓത്ത് എന്താവൂല? ശ്വാസം വിടൂല, ഓത്ത് നിർത്തും. അപ്പൊ ശ്വാസം വിടാതെ ഓത്ത് നിർത്തുന്നതിനെ സക്ത എന്ന് പറയും. എന്താ പറയാ? സക്ത. ശ്വാസം വിടാൻ വേണ്ടി ഓത്ത് നിർത്തുന്നതിനെ വഖഫ് എന്ന് പറയും. യാസീൻ സൂറത്തിലുണ്ട്, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. ഒരു സെക്കൻഡ്, 2-3 സെക്കൻഡ് അവിടെ നിർത്താം. അങ്ങനെ ഓതി പോരുത്. റഹ്മാൻ എന്ന് പറഞ്ഞ അങ്ങനെ ഓതിപ്പോ, അങ്ങനെ പാടില്ല. അവിടെ സക്ത ചെയ്യണം. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ എങ്ങനെ ഓതാ? കല്ലാ ബൽ. ബാക്കി എടുത്ത് ഓതണം. ബാക്കി എഴുതിയിട്ട് നമുക്ക് പറയാം. വായിച്ചോളി. വായിച്ചോളി മക്കളെ. വായിക്കണം കേട്ടാ. അങ്ങനെ വായിക്ക. കല്ല. അവിടെ നിർത്തിണ്ട്, അങ്ങനെ നിർത്താം. പിന്നെ ശ്വാസം വിട്ട് കഴിഞ്ഞാൽ പിന്നെ കല്ലന്റെ അവിടെ നിർത്തി ഓതേണ്ട ആവശ്യമില്ല. ഇവിടെ വഖഫിന്റെ അടയാളുടെ മുസാഫിലേക്ക് നോക്കി അറിയാം. കല്ല ബൽ റാന അലാ ഖുലൂബിഹിം. ഇവിടെ നമുക്ക് ഇവിടെ കൂട്ടി ഓതിട്ട് ഓതാ. എങ്ങനെ? കല്ല ബൽ. കല്ല ബൽ റാന അലാ ഖുലൂബിഹിം. റാന അലാ ഖുലൂബിഹിം. എങ്ങനെ ഓതരുത്? കല്ല ബൽ റാന അലാ ഖുലൂ. അങ്ങനെ ഓതാൻ പാടില്ല. എങ്ങനെ? കല്ല ബൽ റാന അലാ ഖുലൂബിഹിം. അങ്ങനെ ഓതാൻ പാടില്ല. ഇവിടെ എന്ത് ചെയ്യണം? ബല്ലിന്റെ അവിടെ ഒന്ന് നിർത്തണം, ശ്വാസം വിടരുത്. അപ്പൊ എങ്ങനെ? കല്ല ബൽ റാന അലാ ഖുലൂബിഹിം. കല്ല ബൽ റാന അലാ ഖുലൂബിഹിം. കഴിയുന്ന ആളുകള് ഈ അലാ ഖുലൂബിഹിം അടുത്ത ആയത്ത് വരാട്ടാ. പറയാ എന്താ ചെയ്യണ്ടെന്നുള്ള പറയാട്ടാ. നോക്കി. വായിച്ചോളിട്ടാ. എന്താ വായിക്കാ? അലിഫ് ഇട്ടു. വായിക്കേ. ബിഹിം മാ കാനു. ബിഹിം. ഇവിടെ സാക്കിനായ മീമിന് ശേഷം, സാക്കിനായ മീം എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമിന് ശേഷം വേറെ മീം വരുമ്പോ അപ്പൊ ഇവിടെ എന്തെങ്കിലും ശ്രദ്ധ ഇട്ട് കൊടുക്കണം. അപ്പൊ എങ്ങനെ? ബിഹിം മാ കാനു. ബിഹിം മാ കാനു. ആയത്ത് അവസാനിച്ചിട്ടില്ല കേട്ടാ. നോക്കിക്കോളി. എന്താ വായിക്ക?
എന്താ വായിക്കുക? യക് സി ബൂന യക്സിബൂന. ആയത്ത് അവസാനിക്കാണ്. അപ്പൊ നമ്മൾ എന്താ പറയുക? യക്സിബൂൻ എന്ന് പറഞ്ഞ് നിർത്തും. അപ്പൊ നോക്കി, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഓതി ഒന്നുകൂടി. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം. ശ്വാസം കിട്ടുന്ന അവിടെ നിർത്താം. എന്നിട്ട് ഇവിടുന്ന് അലടുത്തിന് മടക്കി വരിക. അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. നമ്മളെ ഉസ്താദ് ഒറ്റ ശ്വാസത്തിൽ ഓതുണ്ടാവും. നിങ്ങൾക്ക് അത് ഓതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് നിർത്താം. ഞാൻ ഓതുന്ന പോലെ ഓതിയാൽ മതി. പക്ഷെ മടക്കി ഓതണം. അപ്പൊ ഒന്നുകൂടി ഓതിയേ. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ ബിഹി യക്സിബൂൻ. ഇതുവരെ നിങ്ങൾ ഓതാത്തൊരു നിയമമാണ് സക്ത. ഖുർആനിൽ 4 സ്ഥലത്താണ് സക്ത ഉള്ളത്. ഒന്ന് യാസീനിൽ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. മർഖദിന ഹാദാ അവിടെ സക്ത ഉണ്ട്. കല്ലാബൽ റാന അവിടെ സക്ത ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഓതി വിടുക വാട്സപ്പിൽ. ഏത് നമ്പറില്? 286 നമ്പറിൽ ഓതി വിടുക കേട്ടാ. ലാസ്റ്റ് 286 ഉള്ള നമ്പറിൽ ഒന്ന് എല്ലാവരും വാട്സപ്പിൽ ഒന്ന് ഓതി വിടാം. ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് കേൾക്കട്ടെ നിങ്ങളുടെ അവിടെ സക്ത അനുസരിച്ച് ആണോ നിങ്ങൾ ഓതുന്നത് അല്ല എന്നുള്ളത്. അതുപോലെ യാസീനിൽ അങ്ങനെ വരുന്നത് കൊണ്ട് നമ്മൾ സാധാരണ ഓതാറുള്ള സൂറത്താണ് നിങ്ങൾ ശ്രദ്ധിക്കും വേണം. ആ ആയത്തും ഓതിവിടാൻ കഴിയുമെങ്കിൽ ഒന്ന് ഓതിവിടുക. ഈ ഇന്നത്തെ പാടൊന്ന് ഓതിവിടുക കേട്ടാ. ഓതിവിടുമ്പോൾ നിങ്ങളെ പേരും നാടൊക്കെ ഒന്ന് പറയാം. അപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ അതിനനുസരിച്ച് സൗകര്യം പോലെ നോക്കിയിട്ട് ഓത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഓതിയ ശരിയായിട്ടില്ലേ അനെന്നുണ്ടെങ്കിൽ ഞാൻ പറയണ്ട കേട്ടാ. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്തായി നമ്മള് മാ കാനൂ യക്സിബൂൻ. അടുത്ത ആയത്ത് എഴുതിയ തന്നെ കേട്ടാ. എന്താ വായിക്കുക? വായിച്ചോളി. വായിച്ചോളി. കല്ലാ ഇവിടെ അലിഫുണ്ട്, അതായത് മദ്ദശ്ശരുണ്ട്. അതിനുശേഷം ഹംസ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒന്ന് നീട്ടണം കേട്ടാ. കല്ലാ ഇന്നഹും. അടുത്തത് എന്താ വായിക്ക? അൻ റബ്ബിഹിം. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം. ഇവിടെ എങ്ങനെ ഓതാ? അൻ റബ്ബിഹിം എന്നാണോ ഓതാ? അങ്ങനെ ഓതാൻ പാടില്ല. സാക്കിന നൂന ശറാവ് വന്നാൽ ഇതാംബി ഉന്നല്ല, ഇതാംബി ലൗന്യാണ്. ഉന്നത്തിലാണ് മണിക്കണം. അപ്പൊ ഇവിടെ ശ്രദ്ധ വരും. ഈ നൂനില്ലാത്ത പോലെ ഓതണം. നൂനില്ലാത്ത പോലെ. നൂനില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ ഓതാ? അർ റബ്ബിഹിം. എങ്ങനെ ഓതാ? അർ റബ്ബിഹിം. ഇതാ ബിലാവുന്നന്റെ അവിടെ എപ്പോഴും ഓതേണ്ടത് സാക്കിനായ നൂനോ തെൻമീനോ ഇല്ലാത്തതുപോലെ ശേഷമുള്ള അക്ഷരത്തിൽ ശ്രദ്ധ കൊടുത്താണ് ഓതേണ്ടത്. അപ്പൊ എങ്ങനെ ഓതാ? കല്ലാ ഇന്നഹും അർ റബ്ബിഹിം. ഇവിടെ എന്തുണ്ട്? നൂനുണ്ട് കേട്ടാ. ഇല്ലാത്ത പോലെയാണ് ഓതേണ്ടത്. അപ്പൊ ഇവിടെ എഴുതി കല്ലാ ഇന്നഹും അർ റബ്ബിഹിം. അടുത്തത് എഴുതണമെന്ന് നോക്കുക. നോക്കിക്കോളേട്ടാ. പാത്രത്തിലെ ഹംസയാണ്. വായിച്ചോളി. ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കട്ടാ. വായിച്ചു നോക്കി.
ഇവിടെ കസ്ർ തൻവീന് ശേഷം ലാം വന്നു. അപ്പൊ ഇവിടെ ഇതില്ലാത്ത പോലെ, ഒരു കസ്ർ ഇല്ലാത്ത പോലെ ഓതണം. ഇവിടെ ശ്രദ്ധ ചെയ്യണം. ഒരു കസ്ർ ഇല്ലാത്ത പോലെ അഥവാ തൻവീൻ ഇല്ലാത്ത പോലെ ഓതണം. എങ്ങനെ? ഇവിടെ ഉണ്ട് കേട്ടാ. അപ്പൊ ഇതിൽ തന്നെ രണ്ട് ഇതാമ്പി ഒന്നുണ്ട് നിയമം. അപ്പൊ ഒന്ന് ഓതിക്കാണി മക്കളെ. മാണിക്ക കല്യാണം നോതി ഉറങ്ങണ്ട അവിടെ കുത്തി നിന്നിട്ട് ഒരു ഉഷാറില്ലല്ലോ. കല്ലാ ഇന്നഹും അർറബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. ഓക്കെ, അടുത്തത് നോക്ക. ആയത് കഴിഞ്ഞേ വായിച്ചോളി. എന്താ വൈകിയ? 3 കുത്തുണ്ട് കേട്ടാ. വായിച്ചോളി. ثم إنهم لصالوا ثم إنهم لصالوا. ഇപ്പൊ എന്തായി? ലസാലു കഴിഞ്ഞിട്ട് പിന്നെ ലാമിന് സുക്കൂൻ വന്നു. അപ്പൊ എങ്ങനെ ഓതാ? സുമ്മ ഇന്നഹും ലസാലുൽ 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 ജ എന്നായില്ലേ? ലസാലുൽ ജഹീം. ഇല്ലാട്ടാ. ലസാലുൽ ജഹീമി എന്നുള്ളത് ആയത്ത് അവസാനിച്ചുകൊണ്ട് എന്തായി? ലസാലുൽ ജഹീം എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി. സുമ്മ ഇന്നഹും ലസാലുൽ ജഹീം ഓതി. സുമ്മ ഇന്നഹും ലസാലുൽ ജഹീം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒന്ന് ആദ്യം മുതൽ ഒന്ന് ഓതി വെക്കുക. എഴുത്തുനിന്ന് വലുതായി പോയി. അതുകൊണ്ട് നമ്മൾ ഒരായത്തും കൂടെ എടുക്കാൻ ഉദ്ദേശിച്ചു. എഴുതാനുള്ള സ്ഥലമില്ല. നോക്കൂ. ഇദാ തുത്ല അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം ما كانوا يكسبون كلا إنهم عن ربهم يومئذ لمحجوبون ثم إنهم لصال الجحيم صدق الله مولانا العظيم. إن شاء الله സ്ഥാനിന്റെ കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യുക? ഹാഫിൽ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ ഖിറാത്ത് കേട്ട് ഉഷാറായിട്ട് ഓതി പഠിക്കുക. അതിനുശേഷം നന്നായി ഓതി പഠിച്ചതിന് ശേഷം കാണാതെ പഠിക്കാതെ ഒന്ന് ഉസ്താദിനെ എല്ലാവരും ഓതി വിടാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ സൗകര്യം പോലെയൊക്കെ കേൾക്കും. എന്നിട്ട് അൽഹംദുലില്ലാ അള്ളാഹു നല്ല രീതിയിൽ ഓതാനും തെറ്റുകൂടാതെ ഓതാനും ഖുർആൻ അഹ്ലുകാരിൽ ഉൾപ്പെടാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഹാഫിൽ ഉസ്താദിന്റെ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ ഖിറാത്ത് കേൾക്കല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ് കേട്ടോളൂ കേട്ടോ. Welcome to the Khatmul Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا تتلى عليه آياتنا قال أساطير الأولين كلا بل ران على قلوبهم ما كانوا يكسبون كلا إنهم عن ربهم يومئذ لمحجوبون ثم إنهم لصال الجحيم
إذا تتلى عليه آياتنا قال أساطير الأولين كلا بل ران على قلوبهم ما كانوا يكسبون كلا إنهم عن ربهم يومئذ لمحجوبون ثم إنهم لصال الجحيم صدق الله العظيم. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു 3 സ്വലാത്തില്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാനായ റബ്ബേ, പരിശുദ്ധമായ ഖുർആന്റെ അഹ്ലുകാരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ ഓതി പഠിക്കുന്ന ഖുർആനിൽ എന്തെങ്കിലും പാകപ്പിഴവും തെറ്റുകളൊക്കെ വന്നാൽ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു ഞങ്ങളെ ഉപ്പയുടെ ഉമ്മയുടെ ഉസ്താദുമാരുടെ ഞങ്ങളെ സഹായിച്ചവരെ സ്നേഹിച്ചവർ ഭക്ഷണം നൽകിയവർ വസ്ത്രം നൽകിയവർ ഞങ്ങളെ നാടുകളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഞങ്ങളെ നാടുകളിലെ പള്ളിക്കാടുകളും വിശ്രമം കൊള്ളുന്നവർ റഹ്മാനായ റബ്ബേ, കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ മരിച്ചു എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് ഞങ്ങൾ ഓതിയതിൻ്റെ ഒക്കെ മിസ്ലി സവാബിനെ എത്തിച്ച അവരുടെ ഖബറൊക്കെ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, ലോകരക്ഷിതാവായ റഹ്മുറാഹിമായ അല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് ഒരു ആവൃത്തിയെങ്കിലും തെറ്റുകൂടാതെ ഖത്മ് തീർക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മശക്കത്തുകൾ നീക്ക് ഖൈറിലാക്കി തരണേ അല്ലാ. മഈശത്തിന്റെ മേഖലയിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ലാ. ധാരാളം സക്കാത്തും സദഖയും ഒക്കെ കൊടുക്കാൻ ഉതകുന്ന രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ, നിന്റെ മഹദുകൊണ്ട് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ഖൈറായ ജോലി നൽകണേ അല്ലാ. ശമ്പളമില്ലാതെ പ്രയാസപ്പെടുന്ന റാഹത്തായ ശമ്പളം നൽകണേ അല്ലാ. വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്ന ഖൈറായ ഇണകളെ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, വിവാഹ പ്രായമെത്തിയ മക്കളൊക്കെ ഉണ്ട്, അല്ലാഹുവിന്റെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട്, അല്ലാഹ് നല്ല രീതിയിൽ നടത്തി കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അതിനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. അല്ലാഹു ഇസ്സത്ത് നൽകണേ അല്ലാ. അല്ലാഹു ഇസ്സത്തിലാക്കണേ അല്ലാ. റബ്ബേ, നിന്റെ മഹദുൽ കൊണ്ട് അല്ലാ. മക്കൾക്കൊക്കെ പരീക്ഷയാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷ എഴുതുന്ന മക്കളൊക്കെ ഉയർന്ന വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഓർമ്മശക്തി, ബുദ്ധിശക്തി, ഇൽമാക്കിലെ ആദബൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, ഗർഭിണികളായ സഹോദരിമാരുണ്ട്, റാഹത്തുള്ള പ്രസവം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പ്രസവം അവർക്ക് നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. ഉംറക്ക് പോകാൻ, ഹജ്ജിന് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലാ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഞങ്ങൾ പല സന്ദർഭങ്ങളിൽ സഹായിച്ചവരുടെ നീ സഹായിക്കണേ അല്ലാ. അവിടെയൊക്കെ സമ്പത്തിൽ, ആരോഗ്യത്തിൽ, ഈമാൻ, ഇബാദത്തിലൊക്കെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ, ഞങ്ങൾ ഈ ഖുർആൻ പഠനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡും നാളെ ഞങ്ങളെ ഖബറിലേക്ക് പ്രകാശമുള്ള മണിക്കൂറുകളാക്കി മാറ്റണേ അല്ലാ. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രതിഫലം നൽകുന്ന ഒരു പുണ്യ സൽക്കർമ്മമായി നീ കബൂൾ ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായിക്കൊണ്ട് സന്തോഷിച്ച് മരിക്കുന്ന സജ്ജനങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഗഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമൻ മാതു മിന്നാ യാ ഗഫിറൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തഖബ്ബലല്ലാഹ്. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, പരമാവധി നമ്മളുടെ ഈ MS വോയിസിന്റെ സന്ദേശം നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരമാവധി ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഖുർആൻ പഠിക്കട്ടെ, അറബി പഠിക്കട്ടെ, ഖുർആൻ ഓതാൻ പഠിക്കട്ടെ, ഖത്മ് തീർക്കട്ടെ, തജ്വീദ് പഠിക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു ഐശ്വര്യം നൽകട്ടെ. ആമീൻ. ഉസിക്കും ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.